ചെറിയ സ്പേസേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ള കിച്ചണിലോട്ടാണ് ഡയറക്റ്റ് നോട്ടം വരുന്നത്. അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു മറവിന് വേണ്ടി ചെയ്തേക്കുന്ന സംഭവം പുറത്ത് ചെയ്തിരിക്കുന്ന പാനലിംഗ് തന്നെ ഉള്ളിലോട്ടും കൊടുത്തായിരുന്നു. ഇവിടെ ഈ രണ്ട് ബിൽഡിങ്ങിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മുകളിൽ നമുക്ക് നേരെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോവാം. നമ്മളെ മുണ്ടക്കയത്താണ് കേട്ടോ. മുണ്ടക്കയത്ത് റിനോവേഷൻ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുള്ള ഒരു കിടിലൻ വീട്. 25 വർഷമായി, ഏകദേശം 1/4 നൂറ്റാണ്ട്. 2000 പണി കഴിപ്പിച്ച വീടായിരുന്നു. പിന്നീട് കാലത്തിൻ്റെതായ ചില അനിവാര്യതകൾ കൊണ്ട് അവർ ആ വീടിന് ഒരു മാറ്റം വരുത്തി. ഒരു 1.5 മാറ്റമാണ്. ഏകദേശം 1800 സ്ക്വയർ ഫീറ്റും 4 ബെഡ്റൂമുകളുള്ള ഒരു കിടിലൻ വീടാണിത്. ഈ വീട് ബേബിച്ചൻ ചേട്ടൻ്റെയും ഐവി ചേച്ചിയുടെയും വീടാണ്. നമസ്കാരം, സ്വാഗതം. നിങ്ങൾ വീടിനെ ഒന്ന് പുതുക്കി പണിതു അല്ലേ? പഴയ വീടായിരുന്നു. പഴയ വീട് 2000 എന്നൊക്കെ പറയുമ്പോൾ ഇതിന് മാത്രം പഴയ കാലമാണെന്നൊക്കെ ചോദിക്കും. പക്ഷേ 1/4 നൂറ്റാണ്ടായി അല്ലേ? അല്ല, അന്ന് ഇങ്ങനെയുള്ള സെന്റുകളിലുള്ള വീടുകൾ ഇല്ലാത്ത കാലമാണ്. ആദ്യം ഒരു തുടക്കം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ വീട് പണിയുന്നത്. പൊതുവെ എങ്ങുമില്ല. കേരളത്തിന്റെ മൊത്തത്തിൽ നോക്കുമ്പോൾ സെന്റുകൾ വീടുകളില്ല. അന്നൊരു ആദ്യമായിട്ടൊരു വീട് പണിത് നമുക്കൊരു പ്ലാൻ വരയ്ക്കാൻ പോലും ഒരു എഞ്ചിനീയർ കൃത്യമായിട്ടും ഇല്ലായിരുന്നു അന്നൊക്കെ. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഇത് മുണ്ടക്കയം നമ്മുടെ കുട്ടിക്കാനം റോഡല്ലേ? മുണ്ടക്കയം കുട്ടിക്കാനം മെയിൻ റോഡാണ്. ആ റോഡിന് തൊട്ട് ചേർന്നുള്ള വീടാണ്. പക്ഷേ വഴിയെ പോയാൽ നമുക്ക് ഈ വീട് കാണാൻ പറ്റില്ല. കാരണം ഇവർക്ക് മുന്നിൽ ഈ വീടിന് പ്രൈവസി നൽകിക്കൊണ്ട് ഇവരുടെ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്, കുറേ ഷോപ്പുകളൊക്കെ ഉള്ള ബിൽഡിംഗ് അല്ലേ? ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലൊരു കവാടമുണ്ട്. കവാടത്തിന് ഉള്ളിലേക്ക് വന്നിട്ടാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ വേറൊരു വേൾഡാണ്. ഇവിടെ വരുമ്പോൾ കുറേ പച്ചപ്പും ചെടികളും ഒക്കെ ആയിട്ട് ഒരു സുന്ദരം വീടാണ്. കുറേ ഉള്ളിലോട്ട് മാറിയിട്ടുള്ളൊരു വീട് പോലെ തോന്നുന്നൊരു വീട്. ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, റിനോവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെയർ എർത്ത് ആർക്കിടെക്ട്സ് ആണ്, കോട്ടയത്തുള്ളത്. അതുപോലെ തന്നെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് ധനേഷ് ബ്രോ ആണ്. ഇൻഫ്രെയിം അല്ലേ? ഇൻഫ്രെയിം ഇന്റീരിയേഴ്സ്. ധനേഷ് ബ്രോ നമുക്ക് പരിചയമുണ്ടോ? നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏറ്റുമാനൂരിൽ. ധനേഷ് ബ്രോ, അപ്പം ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ചെയ്തിരിക്കുന്നത്? അതെ അതെ അതെ. അപ്പോൾ ചെറിയൊരു വീടാണ്, പക്ഷേ സൗകര്യങ്ങളൊക്കെ പരമാവധി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഉള്ള ഇടയ്ക്ക് നല്ല സൗകര്യത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മിനിമലിസ്റ്റിക് ഡിസൈൻസ് ആണ് ഉള്ളിൽ വന്നിട്ടുള്ളത്. വലിയ കാര്യമായിട്ടൊന്നും വളരെ സിമ്പിൾ, ഒരു വരയും കൊണ്ട് തീർക്കാൻ പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇതിനെച്ചാൽ ഇതിന്റെ ഫ്രണ്ട് മോള് റൂഫൊക്കെ ചെരിഞ്ഞതായിരുന്നു. പഴയ കാലത്തെ വാർക്കൊക്കെ ചെരിച്ചുള്ള വാർക്കായിരുന്നു. അത് നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ട് നേരെ ആക്കിയിട്ട് സ്റ്റീൽ ഫ്രെയിമിൽ ഇങ്ങനെ ആക്കി എടുത്ത എലിവേഷനൊക്കെ ഇങ്ങനെ ആക്കി എടുത്തത്. ഓ, ഐ സി. അത് സ്റ്റീൽ ഫ്രെയിം ആണ്. അത് സ്റ്റീൽ ഫ്രെയിം ആണ്. ഒരു വുഡൻ ഫിനിഷ് ആണ്. അതെ അതെ അതെ. പിന്നെ ഈ ബ്രിഡ്ജ് ആണെങ്കിൽ ഇവിടുന്നായിരുന്നു, നടുക്കുന്നായിരുന്നു ഇതിന്റെ വന്നോണ്ടിരുന്നത്. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടാക്കി അല്ലേ? ഇവിടെ ഈ രണ്ട് ബിൽഡിങ്ങിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മുകളിൽ നമുക്ക് നേരെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോവാം. മുറ്റത്താണെങ്കിലും ഇപ്പൊ ഒരു പല അടുക്കുകളായിട്ടാണ് വീട്. അതെ അതെ അതെ. സിറ്റ് ഔട്ട് ആയിരുന്നു നേരത്തെ. ഇവിടെ തന്നെ ആയിരുന്നു സിറ്റ് ഔട്ട്. പിന്നെ നമ്മൾ ആ ഡോറൊക്കെ ഒന്ന് വലുതാക്കി എടുത്തു. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. പിന്നെ 2 ചെയർ ഇട്ട് ടീപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാക്കി വെച്ചു. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയർ, ഒരു ചെറിയ ടേബിൾ പോലെ. അതെ അതെ അതെ. ചെറിയ പ്ലാന്റർ ബോക്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ പില്ലറിൽ ഇങ്ങനെ ആക്കി എടുത്തു. അങ്ങനെ കുറെ മാറ്റങ്ങൾ മാത്രമേ നമ്മൾ സിറ്റ് ഔട്ടിൽ വരുത്തിയിട്ടുള്ളൂ. സിറ്റ് ഔട്ട് നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറി. നമ്മള് ഇച്ചിരി സൗകര്യം കുറവായിട്ട് നമ്മൾ ഇതൊരു ഫാമിലി ലിവിംഗ് ആയിട്ട് തന്നെ എടുത്തേക്കുന്നത്. പിന്നെ അപ്പുറം ഡൈനിങ്, അതിന്റെ ഉള്ളിൽ നമ്മൾ പാർട്ടീഷനായിട്ട് ഇത് ചെയ്തേക്കുന്നത്. ഇപ്പം കോക്കറി ഷെൽഫ് എല്ലാം കൂടെ കുട്ടി നമ്മളങ്ങ് ചെയ്തേക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അപ്പുറം. ഇതിന്റെ അടിയിൽ ഇത് സ്റ്റോറേജ് ആണ്. അതെ അതെ അതെ. ഓക്കെ. നല്ല കളർ കോമ്പിനേഷൻ ഒക്കെ രസമായിരുന്നു. ഇതിൽ വന്നിരിക്കുന്ന കുഷ്യനൊക്കെ വന്നിരിക്കുന്നു. അതെ അതെ. ബ്ലൂ പിന്നെ വുഡൻ ഫിനിഷും അല്ലേ? വുഡൻ ഇത് നമ്മൾ തന്നെ ചെയ്തേക്കുന്ന ഫർണിച്ചർ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്ത് വെച്ചേക്കുന്നത്. ഫ്ലോറിംഗ് നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിരുന്നു? ഫ്ലോറിംഗ് എല്ലാം മൊത്തം മാറ്റിയായിരുന്നു. മാറ്റ് ഫിനിഷിംഗ് ഗ്രേ ടൈലിലോട്ട് നമ്മൾ മാറി. വുഡൻ സീലിംഗ് കൊടുത്തു. ജിപ്സം സീലിംഗ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ വുഡിന്റെ സീലിംഗ് കൊടുത്തു. വിനിയർ ആണ് കൊടുത്തേക്കുന്നത്. ആ തീം ഉടനീളം വന്നിട്ടുണ്ട്. സ്റ്റെയറിലോട്ട് അത് തന്നെ നമ്മൾ കൊടുത്തേക്കുന്നത്. കട്ടില്, ചെയർ, അവിടെ ഹാൻഡ് വാഷ് ഏരിയ വന്നിട്ടുണ്ട്. അവിടെ എല്ലാം ഈ തീം തന്നെയാണ്. അതെ അതെ അതെ. ഇങ്ങോട്ടേക്ക് വരാം. ഈ ഒരൊറ്റ നിരക്ക് തന്നെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസും സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ അവിടെ കണ്ടിട്ടുള്ള അതേ തീമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കളർ ടോൺ ആണെങ്കിലും എല്ലാം. ഇത് എന്ത് വുഡാണ്? തേക്ക് തന്നെ. തേക്ക് തന്നെ. നിങ്ങൾ ഈ ഫർണിച്ചർ എല്ലാം നിങ്ങൾ നമ്മൾ തന്നെ ചെയ്തേക്കുന്നത്. ഇതുപോലുള്ള ചെറിയ ലൈറ്റും എല്ലാം നമ്മൾ ചെയ്തേക്കുന്നതാ. തേക്കല് വേണത് തേക്ക്, പിന്നെ സ്റ്റീല് കൂട്ടി ചെയ്തേക്കുന്ന കസ്റ്റമൈസേഷൻ. അതെ ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ. ഓ ഗ്രേറ്റ്. ആ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നോക്കട്ടെ. അതിന്റെ അടിയിൽ അവിടെ നോക്കി ഒന്നും കാണൂല. ഇല്ല നമ്മൾ ഇവിടുന്ന് വെക്കാവുന്ന രീതിയിലേ ഡൈനിങ് ഏരിയ ഉപയോഗിക്കാവുന്ന രീതിയിൽ ചെയ്തേക്കുന്നു. ഈ ഡൈനിങ് ടേബിള്, ക്രോക്കറി ഷെൽഫ്, അത് കഴിഞ്ഞ് നേരെ വന്ന് ലാസ്റ്റ് സപ്പർ. ഇത് ചെയ്താണോ? അത് നമ്മൾ ചെയ്ത വിനീറ ചെയ്തത്. ഓ അടിപൊളി. ലേസർ
ഇവിടെ മൊത്തം ഇങ്ങനെ ഹാർഡായിട്ടുള്ള ലൈറ്റിങ്ങുകളൊന്നും ചെയ്തിട്ടില്ല. ഇല്ല. ചെറിയ ചെറിയ എല്ലാം നമുക്ക് ഉള്ളിലോട്ടൊക്കെ സ്പോട്ട് ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വേണ്ടടുത്ത് മാത്രം വെട്ടം വരുന്ന രീതിയിൽ തന്നെ ചെയ്തേക്കാം. ലൈറ്റ് ഡിസൈൻ പോണ തന്നെ നോക്കി ചെയ്തേക്കാം. ഫ്ലാറ്റ് ആയിട്ട് ലൈറ്റ് ചെയ്തിട്ടേ ഇല്ല. താഴെ 2 ബെഡ്റൂമാണ്. ഇത് നമ്മുടെ ബെഡ്റൂമാണ്. ഫസ്റ്റ് ബെഡ്റൂം. നമ്മുടെ ഹാൻഡ് വാഷ് ഏരിയ ഇപ്പുറത്താണ് കൊടുത്തിരിക്കുന്നത്. അതെ. ചെറിയ സ്പേസേ ഉള്ളൂ. അതിന്റെ അകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ള. വളരെ ചെറിയ സ്പേസ്, നടക്കാനുള്ള സ്പേസേ ഉള്ളൂ. അതെ. അതിന് ചേർന്ന ഒരു കട്ടില് അല്ലേ? കട്ടില്, സൈഡ് ടേബിള്, റൈറ്റിംഗ് ടേബിള് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആകെയുള്ള സ്ഥലം. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ എല്ലാ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. അതെ. വിൻഡോ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് കൊടുത്താ. സിംഗിൾ വിൻഡോ ആണ്. അതെ. ഇവിടെ ആ വുഡൻ ഫ്ലോർ ഇതിന്റെ കൊടുത്തിട്ടുണ്ട്. വിനീർ സീലിംഗിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് ഇവിടെ അത് കുറച്ച് ഹിഡൻ ആയിട്ടുള്ള സ്പേസ് ആണ്. പെട്ടെന്ന് മനസ്സിലാവും. സ്റ്റെയറിന്റെ ഒരു അടിഭാഗമായിട്ടായിരുന്നേ. അത് പിന്നെ ഇങ്ങനെ നമ്മളങ്ങ് ഉപയോഗിച്ചു. പിന്നെ ഇവിടെ ടോയ്ലറ്റുകളെല്ലാം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നാണോ അതോ നമ്മൾ പിന്നെ ആഡ് ചെയ്ത്? നേരത്തെ ഉള്ളായിരുന്നു. അത് നമ്മളൊന്നും വൃത്തിയാക്കി ചെയ്തേ ഉള്ളൂ. നമ്മുടെ അടുത്ത ബെഡ്റൂമാണ്. ഡൈനിങ് ടേബിളിന്റെ ഡൈനിങ്ങിൽ ചേർത്താനുള്ള ഒരു ബെഡ്റൂം. 2 കട്ടില്. ഇത് വേണേ നമുക്ക് ഒന്നിച്ചാക്കാവേ. അല്ലല്ല, റൈറ്റിന്റെ ടേബിൾ എടുത്ത് മാറ്റാം. നമുക്ക് മാറ്റിട്ട് ഇത് രണ്ടോടെ ഒന്നിച്ചാക്കാം. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ചെറിയ കബോർഡ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന്റെ അടിഭാഗത്ത് തന്നെ ഹിഡൻ എല്ലാം അങ്ങനെ. പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് വിൻഡോ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈ ടോയ്ലറ്റിന്റെ മുകളിൽ കൂടെ തന്നെ വെട്ടം വരാനായിട്ട് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. എല്ലാം പൊട്ടിച്ചെടുത്ത് അടി സ്മെല്ലും വരല്ലോ ടോയ്ലറ്റിൽ. അപ്പം ഗ്ലാസ് ഒക്കെ ഇട്ട് അതിന്റെ മുകളിൽ കൂടെ വെട്ടം വരുന്ന രീതിയിൽ കാറ്റ് കയറി ഇറങ്ങുന്ന രീതി തന്നെ ചെയ്തേക്കുന്നത്. അവിടെ ഒരു ചെറിയ വുഡൻ ഒരു വിൻഡോ എടുത്തതാ. ക്ലോസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഇതുണ്ടോ? പിന്നെ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യം പൊട്ടിച്ച് നമ്മള് ഇതിന് ഇതാ ഗ്ലാസ് കൊടുത്ത് നമ്മള് ഇവിടെ നോക്കി അത് അറിയത്തുമില്ല. കൊള്ളാം. ഇത് അപ്പുറത്തെ കണ്ട അതേ ബെഡ്റൂമിന്റെ തീമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഒരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോത്ത് സ്റ്റാൻഡ് എല്ലാം ഉണ്ട്. ഒന്നും എക്സ്പോസ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്നില്ല. ഉള്ളിലേക്ക് ഒതുക്കാൻ വേണ്ടി നമ്മുടെ ബെഡ്റൂമിന് ഇട കുറവല്ലേ. നമ്മള് കബോർഡൊക്കെ വെള്ളിലോട്ട് തള്ളി വെച്ച വൃത്തിയുടെ ഇട കുറവായിട്ട് ഈ സ്ഥലമില്ലായ്മ എന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. ആ രീതിയിലാക്കി ചെയ്തേക്കുന്നത്. കിച്ചണിലോട്ട് പോകണ്ട്. കിച്ചണിലേക്ക് പോവാം. ഇവിടെ ജയിൽ പോലൊരു സംഭവം. ഇത് നമ്മള് അല്ലെങ്കിൽ ഡോർ തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിച്ചണിലോട്ടാണ് ഡയറക്റ്റ് നോട്ടം വരുന്നത്. അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു മറവിന് വേണ്ടി ചെയ്തേക്കുന്ന സംഭവം. പുറത്ത് ചെയ്തിരിക്കുന്ന പാനലിംഗ് തന്നെ ഉള്ളിലോട്ടും കൊടുത്തായിട്ട്. പക്ഷെ വുഡ് ആയിട്ടാണ്. വുഡ് തന്നെ ഇത് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ അടുക്കള. ചെറിയ സ്പേസേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമ്മള് ഉൾക്കൊള്ളിക്കാവുന്നെല്ലാം. പക്ഷെ എനിക്കിത് വലിയൊരു കിച്ചണായിട്ടാ തോന്നുന്നു. നല്ല നീളമുണ്ട്. നീളമുണ്ട്. ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരുന്നത്? ഇത് എങ്ങനെയായിരുന്നു മുൻപുണ്ടായിരുന്നത്? ഇത് ഫുള്ള് നമ്മൾ മാറ്റി. ഈ വിൻഡോ എല്ലാം മാറ്റിയായിരുന്നു. പിന്നെ അത് ഇച്ചിരി കൂടെ നീളമൊക്കെ കൂട്ടിയെടുത്തതാണ്. ഈ എലമെന്റുകളൊക്കെ മാറിയപ്പോൾ എലമെന്റ് ഫുള്ള് മാറ്റിയ കിച്ചൺ ഫുള്ള് മാറ്റിയായിരുന്നു. ഇത് പ്ലൈവുഡ് ആണ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ഗ്രാനൈറ്റ്, ലെതർ ഫിനിഷ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ഇട്ട്. പിന്നെ ടോൾ യൂണിറ്റ് അങ്ങനെ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ഉള്ളിലേക്ക് എല്ലാം ഉള്ളിലോട്ട് ടോൾ യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സൗകര്യം കുറവായതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത. സ്റ്റോറേജ് ഉണ്ടല്ലോ, സ്പേസ് പോലെ സ്റ്റോറേജ് ഉണ്ട്. അത് ഞാൻ കണ്ടു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത്തരം ചില സ്റ്റാൻഡുകൾ, ഇടങ്ങൾ അവിടെ വളരെ കുഞ്ഞു നമ്മുടെ ഉപ്പ്, കുരുമുളക് ഇത് കുക്ക് ചെയ്യുമ്പോ ഉപയോഗിക്കാൻ എളുപ്പത്തിൽ എടുക്കാലോ, നോക്കണ്ടല്ലോ, അല്ല തപ്പി നടക്കണ്ടേ. അതെ. അതുപോലെ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ. അത് എന്തൊരു സൗന്ദര്യം അവരെ കാണാൻ ഭംഗിയുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോ അല്ലെങ്കിൽ ഉള്ളി അരിയാനൊക്കെ ഉള്ള ഒരു ചെറിയ സ്പേസ് ആയിട്ട് അത്. ഇവിടെയും ആ ലൈറ്റുകൾ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ആവശ്യമുള്ളിടത്തോട്ട് മാത്രം നമുക്ക് ലൈറ്റ് കിട്ടിയാൽ മതി. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റും. ഇത് വേണേ മടക്കി വെക്കാന്നിട്ടില്ല ചെയ്തേക്കുന്നത്. മടക്കി എടുത്ത് വെക്കാം. സ്ഥലം പിന്നെ വേണമെങ്കിൽ താത്തിയിടാതെ. ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. നേരത്തെ ഒരു സ്റ്റെയർ, സാധാ സ്റ്റെയർ ആയിരുന്നു. അത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ വുഡിൽ സ്റ്റെയർ ആക്കിയത്. ഫുള്ള് വുഡായിട്ടാണ്. ഫുള്ള് അതെ. നമ്മുടെ തീമിന്റെ ഇത് തന്നെ വരുന്നത്. ഹാൻഡ് റെയിൽ വരുമ്പോൾ ഇത് ഗ്ലാസും വുഡും കൂടെ കൊടുത്തു. ട്രാൻസ്പെറൻസി കിട്ടും അല്ലേ? അതെ. അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ മറയുന്നില്ല. ഇടുങ്ങിയ ഫീൽ തോന്നില്ല. ഇല്ല. ഇതിങ്ങനെ മൊത്തം ലാൻഡിങ്ങും എല്ലാം ആയിട്ട് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഓക്കെ. നേരെ ഇത് വലിയൊരു ലാൻഡിംഗ് സ്പേസ് ആണ്. ഇത് ഇവിടുത്തെ ഫാമിലി ഫോട്ടോ വെച്ചേക്കുന്നത്. നമ്മള് ആന്റിയുടെ ആംഗിള് ഫോട്ടോ ഉണ്ട്, കല്യാണ ഫോട്ടോ തൊട്ടുണ്ട്. മകന് ജെഫിന് അവരെ കല്യാണ ഫോട്ടോ പുറത്താണ്, കാനഡ. അതെ. അപ്പം ആ ഒരു ഫോട്ടോ വാൾ നമ്മുടെ കാണാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ലാൻഡിങ് ഉണ്ട് അതിനുള്ളത്. നല്ല ലാൻഡിംഗ് സ്പേസ്. ത്രൂ ഔട്ട് വുഡ് തന്നെയാണ്. അതെ. വീണ്ടും മുകളിലേക്ക് നമ്മൾ കയറുവാണ്. അതെ. ഇവിടേക്ക് വന്നു.
അപ്പം ആ സ്റ്റെയറിന്റെ അവിടുന്ന് പിന്നെ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ ആ വുഡിന്റെ ആ ഫീലാണ് വന്നിരിക്കുന്നത്. ഇത് വുഡല്ലല്ലോ, വുഡിന്റെ ഇത് നമ്മൾ ലാമിനേറ്റ് ആകുന്നുള്ളൂ. അത് മൊത്തം ഫസ്റ്റ് ഫ്ലോർ മൊത്തം ഇത് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ, ഇത് നമ്മുടെ അപ്പർ ലിവിങ്. ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ചവരുണ്ട് അല്ലേ, ട്രക്ക് ചെയ്തേക്കുന്നത്. ഇതുണ്ടോ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അതിന്റെ കാല് വന്നിരിക്കുന്നത്. അതെ അതെ, സവിശേഷമായ ഡിഷ്. ഇത് നമ്മുടെ എന്താണ്, ചായക്കോപ്പയൊക്കെ വെക്കുന്ന. അതെ അതെ, ബിസ്ക്കറ്റ് വരുന്നുണ്ട്. ഈ വാൾ, ഈ ഡെക്കോർ ഐറ്റംസ് ഒക്കെ അതെ ഭംഗിയായിട്ടുണ്ട്. വുഡിന്റെ ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. താഴെ ചെയ്തോണൊക്കെ നമ്മള് വിനീർ, അത് വിനീറില്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് 2 ബെഡ്റൂം ആണുള്ളത്. ഇത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ഇങ്ങോട്ട് താഴെയുള്ള ബെഡ്റൂമിന്റെ ഒക്കെ പോലെ തന്നെയാണ് അതെ അതെ ഇവിടുത്തെ സെറ്റപ്പും ചെയ്തിരിക്കുന്നത്. റൂമിന് ചേർന്ന ഒരു കട്ടിലും 2 സൈഡ് ടേബിൾ, അതിൽ ഒന്ന് നമുക്ക് സ്റ്റഡി ടേബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആ കോർണറിലെ ആ ബുക്ക് ഷെൽഫ് ആയിട്ട് നമ്മൾ ബുക്ക് ഷെൽഫ് രസമായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അടുത്ത ബെഡ്റൂമാണ്. ലാസ്റ്റ് ബെഡ്റൂം 4ാമത്തെ മുറി. ഇത് അവരുടെ മുറി അല്ലേ? അതെ, ജെഫിന്റെ ഒക്കെ മുറിയാ. ഫോട്ടോ ഉണ്ട് ഇങ്ങനെ മനസ്സിലായി ചോദിക്കുമ്പോ. ഇതാണ് ജെഫിൻ ബ്രോ. ഹായ് ബ്രോ. ഹായ്. ഇത് കുറച്ചുകൂടെ ചെറുതാണോ അല്ലേ? ഇതിന് നമ്മളിപ്പോ കബോർഡ് സ്പേസും ഉണ്ട്. ഇതിന് നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് വന്നിട്ട് തന്നെ. ഓക്കെ, ഇവിടെ നമ്മള് സ്റ്റോറേജ് സ്പേസ് വന്നിരിക്കുന്നത്. ഒന്നും മനസ്സിലാവില്ല കേട്ടോ, പ്രത്യേക ആ പെയിന്റ് എല്ലാം ഒരേ കളർ ഒരേ തീമിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഏതാ എന്താന്നൊന്നും മനസ്സിലാവില്ല. എന്നാൽ ഇതൊക്കെയാണ് അതിന്റെ സൗകര്യം എന്ന് പറയുന്നത്. റൂമിന് ഒരു വലിപ്പം തോന്നാൻ വേണ്ടിയേ. അതെ അതെ അതെ, സിംഗിൾ കളർ ആകുമ്പോഴാണ് നമുക്ക് ഒരേ വലിപ്പം ഫീൽ ചെയ്യുള്ളൂ. ഇവിടെ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയ ഇങ്ങനെ വന്നിരിക്കുന്നു. അതെ അതെ അതെ. ഇവിടെ ടോയ്ലറ്റ് പിന്നെ കുറച്ചുകൂടി പ്രൈവസി കിട്ടുന്ന രീതിയിലാണ്. കണ്ണാടി ഒളിപ്പിച്ച് വെച്ചേക്കുന്നു. ഓ അങ്ങനെ. ലൈറ്റും ഉണ്ടല്ലേ. ഇതൊക്കെ കസ്റ്റം ചെയ്തെടുത്തോ. കണ്ണാടി ഒന്നും വെറുതെ പാഴാക്കണ്ടല്ലോ, ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ. 4 മുറികളും കണ്ടു കഴിഞ്ഞു. വീടിന്റെ ഇന്റീരിയർ ടൂർ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലൊരു വരാന്തയിലോട്ട് ഇറങ്ങാം. വിശാലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതെന്താ ഇതിങ്ങനെ ഓരോ അടുക്കുകളായിട്ട് വന്നിരിക്കുന്നത്? അതെ അതെ അതെ. ഞാൻ ആദ്യം ഇത് ചവിട്ടിയാന്ന് പറഞ്ഞത്. ചവിട്ടിയാണോ? അല്ല, ഇത് വുഡ് തന്നെയാണ്. ഇത് ഈ പൂളിനൊക്കെ ഇടുന്ന നമുക്ക് ഡെക്ക് ഏരിയയിൽ ഇടുന്ന സംഭവം. രാഘവോ, ഒരു ഊഞ്ഞാലോ എന്തായാലും പറയാ. കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കാലോ. കാറ്റും കൊണ്ടിരിക്കാം. കൊള്ളാം, നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മുടെ ഏറ്റവും ഒരു ഫാമിലി പ്രൈവറ്റ് സ്പേസ്, അവരുടെ ഒരു പാർട്ടി ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആന്റിയുടെ പ്ലാന്റർ ബോക്സുകൾ, ചെടികളൊക്കെ ഇങ്ങോട്ടും ചെടികള്. ഇത് നമ്മൾ അവിടുന്ന് കണ്ട പാസേജ്, ബ്രിഡ്ജിന്റെ വരുന്നേ ഇങ്ങനെ നടന്നു പോകും അല്ലേ? ഇവിടെ ഈ ബാൽക്കണിക്ക് പ്രൈവസി കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു അതെ അതെ ഭാഗമാണല്ലേ? അതെ അതെ, കാണാനൊരു ഭംഗിയാണ്. അല്ലെങ്കിൽ ഫ്രണ്ട് ബിൽഡിംഗ് അല്ലേ, ഇവിടെ വന്നിരിക്കുമ്പോഴത്തേ നേരെ ബിൽഡിങ്ങിലോട്ട് നോക്കണ്ടല്ലോ. അവിടുത്തെ ഇതിങ്ങനെ നമുക്ക് കാറ്റും കയറും ഇങ്ങനെ കൊടുത്തോണ്ട് വെളിച്ചം കിട്ടുന്നുണ്ട്. നല്ലൊരു ഏരിയ. പിന്നെ ഒരു പാസേജ് ആണ്. ഈ വഴിയിലൂടെ ഇങ്ങനെ പോവാം. ഇങ്ങനെ പോയിട്ട് പിന്നെ നമുക്കൊരു ബ്രിഡ്ജാണ്. ഇതിൽ പോയാൽ നമ്മുടെ നേരെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലേക്കുള്ള കണക്ഷൻ അത് ഒരേപോലെയാണ്. താഴെ നമ്മളൊരു ബ്രിഡ്ജ് പോലെ വന്നിരിക്കുന്നത്. മുകളിൽ ഇത് അത് വുഡാണോ? ഇത് വുഡ് തന്നെ കൊടുത്തേക്കുന്നത്, ഭംഗിക്ക് വേണ്ടി ചെയ്തത്. അത് മഴ പെയ്യേണ്ടതിന് മേലെ ഗ്ലാസും ഉണ്ട്. അപ്പൊ ഇതിൽ നടന്നു പോവാം. ഇവിടെ നോക്കുമ്പോ ആ വീടിന്റെ സൗന്ദര്യം മൊത്തം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. കാരണം താഴേക്കുള്ള പച്ചപ്പൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്രില്ല് കൊടുത്തിരിക്കുന്നത്. കർട്ടൻ പ്ലാന്റ് ഒക്കെ കയറി നന്നായിട്ട് പച്ചപ്പായിരിക്കും, അതിഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ 25 വർഷം മുമ്പ് പണിത വീടായതുകൊണ്ട് വലിയ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നപ്പോൾ ഇതിനൊന്ന് റിനോവേറ്റ് ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടി ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മോൻ ജെഫിൻ്റെ കൂട്ടുകാരനായിരുന്നു അനീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനീഷാണ് എൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ എല്ലാം തയ്യാറാക്കിയത്. അതോടൊപ്പം ധനേഷാണ് അതിൻ്റെ വർക്കുകളെല്ലാം നോക്കി കൃത്യമായിട്ടും ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് തൃപ്തികരമായ ഒരു രീതിയിൽ അനീഷും ധനേഷും കൂടെ കൂടി ചേർന്ന് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് തന്നു. എന്താണെന്നറിയില്ല, ചില സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ മഴയും കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാത്തൊരു മഴയും കിട്ടി. എന്തായാലും രസമായി അല്ലേ? നല്ലൊരു മഴ. തണുപ്പ് പോയി, നല്ല ചൂടായിരുന്നു. ഇപ്പോൾ അത് മാറി. അതുകൊണ്ട് കമോൺ പരിപാടി വന്നാൽ തണുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു റിനോവേഷൻ പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. വളരെ ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ ഇതൊരു പഴയ വീടായിരുന്നു എന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിൽ പുതിയ രീതിയിൽ ഈ വീടിനെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും അടിപൊളി കേട്ടോ. അതെ, അതാണ്, നല്ല മനുഷ്യൻ വരുന്ന മഴയൊക്കെ പെയ്യും. പ്രതീക്ഷിക്കാത്ത നല്ല മഴ. അപ്പോൾ എന്തായാലും താങ്ക്സ് കേട്ടോ. നല്ല വീടാണ്, ചെറിയ വീട്, കോമ്പാക്റ്റ് ആയിട്ടുള്ള വീട്, പക്ഷെ എല്ലാ സൗകര്യം കൃത്യമായിട്ടുള്ള, ഒന്നും ഓവറാക്കാതെ കൃത്യമായിട്ടുള്ള രീതിയിൽ മിനിമലിസ്റ്റിക് ആയിട്ട് പണിതിട്ടുള്ള ഇന്റീരിയർ ഒക്കെ ഉള്ള വീടിനനുസരിച്ചുള്ള ഒരു ക്രമീകരണമാണ് അനീഷ് ചെയ്തത്. അതുകൊണ്ടാണ് അതിനാ ഒരു ബ്യൂട്ടി കിട്ടിയത്.
ധനേഷ് ബ്രോ, പിന്നെ നമ്മൾ റെയർ എർത്ത് ആർക്കിടെക്ട്സ് ആണ് ഈ വീട് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ഒക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ ഒപ്പം ഇൻഫ്രെയിം ഇൻറ്റീരിയേഴ്സ് കൂടെ ചേർന്നപ്പം ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. സന്തോഷം. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഇൻഫ്രെയിം ഇൻറ്റീരിയേഴ്സിൻ്റെയും റെയർ ആർക്കിടെക്ട്സിൻ്റെയും നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ധനേഷ് ബ്രോ, രവിചന്ദ്രൻ ചേട്ടാ, രവി ചേച്ചി ഒരു ബൈ പറഞ്ഞേ. ബൈ.